ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ആദ്യം സ്വയം പണം നൽകൂ. ചാണക്യനീതി പഠിപ്പിക്കുന്ന സമ്പത്തിൻ്റെ രഹസ്യം. നമ്മളിൽ പലരും ശമ്പളം കിട്ടുന്ന ദിവസം ആദ്യം എന്താണ് ചെയ്യുന്നത്? വീട്ടുവാടക, വൈദ്യുതി ബിൽ, വായ്പയുടെ തുക, ഷോപ്പിംഗ്, മറ്റെല്ലാ ചെലവുകളും. അവസാനം ബാങ്ക് അക്കൗണ്ടിൽ ബാക്കി വരുന്നത് വളരെ ചെറിയ തുകയാണ്. പിന്നീട് നമ്മൾ പറയുന്നത് ഈ മാസം ഒന്നും സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല, അടുത്ത മാസം നോക്കാം. എന്നാൽ ആ അടുത്ത മാസം പലർക്ക് ഒരിക്കലും വരാറില്ല. ചാണക്യൻ 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു സാമ്പത്തിക സത്യമുണ്ട്. ആദ്യം മറ്റുള്ളവർക്കല്ല, സ്വയം പണം നൽകുക. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിജയകരമായ സാമ്പത്തിക ശീലങ്ങളിൽ ഒന്നായി ഇതേ ആശയം അംഗീകരിക്കപ്പെടുന്നു. ഭാഗം 1. എന്താണ് പേ യുവർസെൽഫ് ഫസ്റ്റ്? പേ യുവർസെൽഫ് ഫസ്റ്റ് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി ആദ്യം പണം മാറ്റിവെക്കുക എന്നതാണ്. ശമ്പളം ലഭിച്ച ഉടനെ 10% മുതൽ 20% വരെ തുക സേവിങ്സിലേക്കോ നിക്ഷേപത്തിലേക്കോ മാറ്റുക. ശേഷിക്കുന്ന പണം ഉപയോഗിച്ചാണ് ജീവിത ചെലവുകൾ നടത്തേണ്ടത്. സമ്പന്നർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. പാവപ്പെട്ടവർ ആദ്യം ചെലവഴിക്കും, ബാക്കി വന്നാൽ മാത്രം സേവ് ചെയ്യും. പക്ഷേ സമ്പന്നർ ആദ്യം സേവ് ചെയ്യും, ബാക്കി വന്നതിലാണ് ജീവിക്കുക. ഇതാണ് ചിന്തയിലെ ഏറ്റവും വലിയ വ്യത്യാസം. ഭാഗം 2. ചാണക്യൻ്റെ സാമ്പത്തിക ജ്ഞാനം. ചാണക്യൻ പറഞ്ഞത്, സമ്പാദിക്കുന്നതിലും പ്രധാനമാണ് സമ്പാദിച്ചതിനെ സംരക്ഷിക്കുന്നത്. നിങ്ങൾ എത്ര ശമ്പളം വാങ്ങുന്നു എന്നത് അല്ല പ്രധാനമായത്, നിങ്ങൾ എത്രത്തോളം സമ്പത്ത് നിർമ്മിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഉയർന്ന ശമ്പളം ലഭിക്കുന്ന പലരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു. എന്നാൽ സാധാരണ വരുമാനമുള്ള ചിലർ ജീവിതാവസാനത്തിൽ വലിയ സമ്പത്തിൻ്റെ ഉടമകളാകുന്നു. കാരണം അവർക്ക് ഒരു ശീലമുണ്ട്: ആദ്യം സ്വയം പണം നൽകുക. ഭാഗം 3. ചെറിയ തുകയുടെ വലിയ ശക്തി. ഒരു ഉദാഹരണം നോക്കാം. ഒരു വ്യക്തി ഓരോ മാസവും ചെറിയൊരു തുക സ്ഥിരമായി നിക്ഷേപിക്കുന്നു. മറ്റൊരാൾ അതേ തുക ചിലവഴിക്കുന്നു. ആദ്യ വർഷം രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകില്ല. 5 വർഷം കഴിഞ്ഞാലും വലിയ മാറ്റം കാണാനിടയില്ല. പക്ഷേ 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം സ്ഥിരമായി സേവ് ചെയ്ത് നിക്ഷേപിച്ച വ്യക്തി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങും. ചെലവഴിച്ച വ്യക്തി ഇപ്പോഴും അടുത്ത ശമ്പളത്തിനായി കാത്തിരിക്കും. ചെറിയ ശീലങ്ങൾ കാലക്രമേണ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാഗം 4. എന്തുകൊണ്ടാണ് പലർക്കും ഇത് ചെയ്യാൻ കഴിയാത്തത്? കാരണം നമ്മുടെ മനസ്സ് തൽക്ഷണ സന്തോഷമാണ് തേടുന്നത്. പുതിയ ഫോൺ, പുതിയ വസ്ത്രം, ആവശ്യമില്ലാത്ത ഓഫറുകൾ, ഓൺലൈൻ ഷോപ്പിംഗ്, ഇതൊക്കെ
നമ്മുടെ സേവിങ്സിനെ ഇല്ലാതാക്കുന്നു. ചാണക്യൻ പറഞ്ഞത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവനും സമ്പത്തും നിയന്ത്രിക്കാൻ കഴിയില്ല. സമ്പത്ത് ഉണ്ടാക്കുന്നത് വരുമാനം കൊണ്ട് മാത്രമല്ല, അച്ചടക്കമുള്ള തീരുമാനങ്ങളിലൂടെയാണ്. ഭാഗം 5, പേ യുവർസെൽഫ് ഫസ്റ്റ്. എങ്ങനെ ആരംഭിക്കാം? ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കൂ. ശമ്പളം ലഭിക്കുന്ന ദിവസം തന്നെ ഒരു നിശ്ചിത ശതമാനം തുക വേറെ അക്കൗണ്ടിലേക്ക് മാറ്റുക. ആ പണം അടിയന്തര സാഹചര്യങ്ങൾക്കോ ഭാവി നിക്ഷേപങ്ങൾക്കോ ഉപയോഗിക്കുക. അത് ചെലവാക്കാനുള്ള പണമല്ല, അത് നിങ്ങളുടെ ഭാവിയുടെ വിത്താണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ക്രമീകരിക്കാനാകുമെങ്കിൽ അതിലും നല്ലത്. ശേഷിക്കുന്ന പണത്തിൽ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ പഠിക്കുക. ആദ്യം ബുദ്ധിമുട്ട് തോന്നാം, പക്ഷേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അത് ഒരു ശീലമാകും. ഭാഗം 6, സമ്പത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. ചാണക്യൻ്റെ കാഴ്ചപ്പാടിൽ സമ്പത്ത് എന്നത് പണം മാത്രമല്ല, മനസ്സമാധാനം, സ്വാതന്ത്ര്യം, അപകട സമയത്ത് സുരക്ഷ, കുടുംബത്തിന് ആത്മവിശ്വാസം, ഇവയെല്ലാം സമ്പത്തിൻ്റെ ഭാഗമാണ്. സേവിങ്സ് ഇല്ലാത്തവർക്ക് ചെറിയ പ്രതിസന്ധിയും വലിയ ആഘാതമാകും. പക്ഷേ സാമ്പത്തിക അടിത്തറയുള്ളവർ പ്രതിസന്ധികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഓർക്കുക, നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നില്ല. നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളാണ് അത് നിർണ്ണയിക്കുന്നത്. ചാണക്യൻ്റെ ഈ ഒരു ഉപദേശം ജീവിതം മാറ്റാൻ മതിയാകും. ആദ്യം സ്വയം പണം നൽകൂ. ഓരോ മാസവും നിങ്ങൾ സ്വയം നൽകുന്ന ചെറിയ തുകയാണ് ഒരു ദിവസം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യമായി മാറുന്നത്. ഇന്ന് തന്നെ ആരംഭിക്കൂ. കാരണം സമ്പന്നനാകുന്നത് ഒരു ദിവസം കൊണ്ടല്ല, ശരിയായ ശീലങ്ങൾ വർഷങ്ങളോളം ആവർത്തിക്കുന്നതിലൂടെയാണ്. നിങ്ങളുടെ ഭാവിയിലെ ഏറ്റവും വലിയ നന്ദി പറയുന്ന വ്യക്തി ഇന്നത്തെ നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രചോദനമേകിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് പ്രയോജനമുള്ള വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ തുടക്കം മുതൽ ശ്രദ്ധിച്ചു കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുള്ള വീഡിയോകളുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ഡേ.